തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ നിശബ്ദ പ്രചാരണം നടക്കുകയാണ്. ഈ സമയത്ത് വിട്ടുപോയ എല്ലാ വോട്ടർമാരെയും ഒന്നുകൂടി നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ്. അവസാന നിമിഷങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ. എത്രത്തോളമാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ? ഞാൻ പറഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസത്തിന്റെ 10 മടങ്ങ് കോൺഫിഡൻസ് ആണ്. ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ് ഇപ്പം ഞങ്ങൾക്കുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് നടന്ന കലാശക്കൊട്ട് UDFന്റെ ഒരു വലിയ ഉത്തേജകമായ അല്ലെങ്കിൽ വലിയ ഉന്മേഷവും ഉണർവും വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. സാധാരണഗതിയിൽ ഏത് കലാശക്കൊട്ടായാലും CPMന്റെ മേൽക്കൈയാണ്, മേധാവിത്വമാണ്. പക്ഷെ ഇന്നലെ അതായിരുന്നില്ല. നിങ്ങൾ ഒരു കാര്യം കൂടി, CPMന്റെ റാങ്ക് ആൻഡ് ഫയൽ, CPMന്റെ അണികളും നേതാക്കന്മാരും വലിയ നിരാശയിലാണ്. ഒന്ന് ഈ ഭരണത്തിലുള്ള കനത്ത അതൃപ്തി, ഈ ഗവൺമെന്റിന്റെ ധിക്കാരം, ധാർഷ്ട്യം, അഹങ്കാരം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതിനെ സ്വജനപക്ഷപാതം, അഴിമതി. കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായി ഇത്രയും വ്യക്തമായ നല്ല ക്ലിയർ കട്ട് എവിഡൻസോട് കൂടിയിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ. ഇതിൽ CPMന്റെ നേതാക്കന്മാരും CPMന്റെ അണികളും വല്ല നിരാശരാണ്. അക്കൂട്ടത്തിലാണ് കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ കൊല്ലം നിയമസഭയിലെ MLA തന്നെ പാർലമെന്റിൽ മത്സരിപ്പിക്കണമെന്നൊരു പാർട്ടി തീരുമാനിക്കുകയാണ്. അതിലും വലിയ അതൃപ്തി, കനത്ത അതൃപ്തി CPM പ്രവർത്തകരിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന കലാശക്കൊട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംഘടനാപരമായി സ്വാഭാവികമായും മുമ്പിൽ വരേണ്ടുന്ന CPM കഴിഞ്ഞ ദിവസം അപ്രസക്തമാകുന്ന സ്ഥിതി ഞങ്ങൾ കണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാത്രവുമല്ല, ആത്മവിശ്വാസം എന്ന് ഞാൻ പറയാൻ കാരണം ദേശീയ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ആ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ ബദൽ ഏതാണ്ട് എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ പ്രതിരോധിക്കാനും അതിജീവിച്ച് മതേതര ജനാധിപത്യ ഇന്ത്യ സ്ഥാപിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും കഴിയണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് നഗ്നമായ സത്യമാണ്. കൊല്ലത്ത് അങ്ങ് BJPയിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രചരണം ഇടതുപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങ് ജയിച്ചു കഴിഞ്ഞാൽ മോദി മന്ത്രിസഭയിൽ അംഗമാകുമെന്നുള്ള ഒരു തരത്തിലുള്ള പ്രചാരണമാണ് നടക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? 2019 ഇതേ പ്രചരണമല്ലേ അവർ നടത്തിയത്. ഇന്നിപ്പോൾ ധനമന്ത്രിയായിട്ടുള്ള KN ബാലഗോപാലായിരുന്നു അന്ന് സ്ഥാനാർത്ഥി. എനിക്കിപ്പോഴും ആ ദിവസം ഓർമ്മയുണ്ട്, ക്ലിപ്പിംഗ് ഇപ്പോഴും ഓർമ്മയുണ്ട്. കോടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള. ഈ KN ബാലഗോപാൽ നിർബന്ധിച്ചിട്ടാണ് ഇദ്ദേഹം ഇത് പറയുന്നത് പോലും. ഞാൻ ജയിച്ചാൽ BJPയിലേക്ക് പോകും, BJP മന്ത്രിസഭയിൽ അംഗമാവും. 2019 പറഞ്ഞതാണ്. 2024 അത് തന്നെ ആവർത്തിക്കുകയാണ്. ആവർത്തിക്കുന്നതെന്ന് മാത്രമല്ല, മന്ത്രി KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ പള്ളി അരമനകളിലും അതുപോലെ മസ്ജിദുകളിലും മദ്രസകളിലും ജമാഅത്തുകളിലുമൊക്കെ പോയി ഞാൻ ജയിച്ചാൽ BJP പോകുമെന്ന് പറയുകയാണ് ഈ മനുഷ്യൻ. എന്ത് രാഷ്ട്രീയമാണുള്ളത്? 2019 ഇത് പറഞ്ഞല്ലേ നിങ്ങൾ എനിക്കെതിരായി വോട്ട് പിടിച്ചത്. 2019 മുതൽ 2020 വരെ നിങ്ങൾ സഭാരേഖകൾ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ഗവൺമെന്റിനെയും BJPയെയും വർഗീയ ഫാസിസത്തെയും പാർലമെന്റിൽ ഭരണഘടനാപരമായും നയപരമായും രാഷ്ട്രീയമായും എതിർക്കുകയും ഗവൺമെന്റിനെ പല ഘട്ടത്തിലും പ്രതിരോധത്തിലാക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കളിൽ ഒരാൾ ഞാനാണ്. എന്നെക്കുറിച്ചാണ് ഈ ശുദ്ധമായ അസംബന്ധം വിളിച്ചു പറയുന്നത്. അത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രി, CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനെ പോലെ ഒരാൾ, അദ്ദേഹവും ഞാനുമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതേ ആർഗ്യുമെന്റിന്റെ പേരിൽ മത്സരിച്ച് 1,48,000 വോട്ടിന് ഞാൻ ജയിച്ചു. ആ പരാജിതനായ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞാൽ അയാൾ ജയിച്ചാൽ വീണ്ടും BJP പോകുന്നു. എന്തോ ഒരു വിരോധാഭാസമാണ്, എന്തൊരു ഹീനമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള രാഷ്ട്രീയ ഇതാണോ രാഷ്ട്രീയം പറയേണ്ടത്? നിങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഗൗരവതരമായ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. അല്ലെങ്കിൽ പ്രവർത്തന വൈകല്യങ്ങൾ MP എന്ന നിലയിൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യമോ സ്വഭാവ ദൂഷ്യമോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ വികസനോന്മുഖ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായ വീഴ്ച എൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഏക ആയുധം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇതാണ്, ഞാൻ ജയിച്ചാൽ BJP പോകുക. ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ അങ്ങയുടെ പരിപാടികൾ എന്തൊക്കെയാണ്? അല്ല, ഇന്ന് ഞങ്ങളിതുപോലെ അന്ന് പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പോയി എല്ലാവരുമായും സൗഹൃദ വർത്തമാനം പറയുന്നു എന്നതിനപ്പുറത്തേക്കൊരു ക്യാമ്പയിൻ എന്നുള്ള നിലയിലല്ല. ഇപ്പോൾ കോൺവെൻറ്റുകളിൽ പോയി, ചില സ്വീകരണ കേന്ദ്രങ്ങളിൽ പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പോയി അവിടെ ഉച്ചഭാഷണിയൊന്നുമില്ലാതെ അവിടെ പോയി പ്രവർത്തകരെ കണ്ട് അവരെ ആശ്വസിപ്പിക്കുക, അതുപോലെ ചില ഫാക്ടറികളിൽ പോയി തൊഴിലാളികളെ കണ്ട് സൗഹൃദം പുതുക്കുക,
അങ്ങനെയുള്ള പ്രചരണ കോലാഹലമില്ലാതെയുള്ള നിശബ്ദമായ പ്രചരണ പ്രവർത്തനത്തിനാണ് ഇന്ന് പ്രധാനമായും നേതൃത്വം കൊടുക്കുന്നത്. രാവിലെ 8 മണിക്ക് ആരംഭിച്ചു, അത് വൈകുന്നേരം 5 മണി വരെ അത് തുടരും. എനിക്കൊന്നും അതോടുകൂടി മിക്കവാറും എല്ലായിടത്തും ഞാൻ 1219 ബൂത്തിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 1ഉം 2ഉം പ്രാവശ്യം പോയ സ്ഥലങ്ങളുമുണ്ട്. 1219 ബൂത്തിലും സ്വീകരണമായിട്ടും അല്ലാതെയായിട്ടും 55 ദിവസത്തെ തുടർച്ചയായ പ്രവർത്തനമായിരുന്നു. അതിൽ 2-3 ദിവസം ഒരല്പസമയം 1-2 മണിക്കൂർ 3-4 മണിക്കൂർ ഒന്ന് ബ്രേക്ക് എടുത്തു എന്നുള്ളതല്ലാതെ ഈ 55 ദിവസത്തെ തുടർച്ചയായ കഠിനാധ്വാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. അതാണ് ഞങ്ങൾ ആദ്യം പോലെ പറയും, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ലാഘവത്തോടുകൂടി കാണില്ല, ഞങ്ങൾ നിസ്സാരവൽക്കരിക്കത്തില്ല. തുടക്കം മുതൽ എല്ലാവരും പറഞ്ഞു ജയിക്കും 2 ലക്ഷം വോട്ടിന് ജയിക്കും. ഞങ്ങളത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് മിണ്ടാതിരിക്കുകയല്ല, ഞങ്ങൾ പരമാവധി കഠിനാധ്വാനം ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം ജനങ്ങളിലെത്തിച്ച് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് തുടക്കം മുതൽ മാർച്ച് 1-ന് ആരംഭിച്ച് ഇന്ന് ഏപ്രിൽ മാസം 25 ആകുമ്പോൾ കൃത്യം 55 ദിവസം പിന്നിടുകയാണ്. ഈ തവണ കഴിഞ്ഞ തവണയേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാവും, 1.5 ലക്ഷത്തിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് സാധ്യത? അതൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും രാഷ്ട്രീയ പശ്ചാത്തലം നമുക്ക് സാധ്യതകൾ പറയാം. അതിലൊരു സാധ്യത എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും. ഇത്തവണ കൃഷ്ണകുമാർ അങ്ങേക്കുള്ള വോട്ടുകൾ കൂടുതൽ പിടിക്കുമെന്നാണ് പൊതുവിലുള്ള ഒരു സംസാരം. അതായത് ഇതുവരെ BJP ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിച്ചു, പക്ഷേ ഇത്തവണ ഒരു സിനിമാ താരത്തെ, ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തിച്ചുകൊണ്ട് കൂടുതൽ ഹിന്ദു വോട്ടുകളും കൂടുതൽ നായർ വോട്ടുകളൊക്കെ മേടിക്കുമെന്നാണ് പറയുന്നത്. അതിന് എത്രത്തോളം എങ്ങനെ കാണുന്നു? ഇല്ല, അതിപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. പക്ഷെ BJP കഴിഞ്ഞ പ്രാവശ്യവും നേരത്തെ അതിന് തൊട്ട് മുമ്പ് മത്സരിച്ച 50,000-ലധികം വോട്ടായിരുന്നു കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം അവരെ നേരെ ഇരട്ടിയാക്കി, 1,04,000 ചില്ലുവാൻ വോട്ട് കഴിഞ്ഞു. അത് അപ്രസക്തനായ ഏതോ ഒരു സ്ഥാനാർത്ഥി വന്ന് നിന്നിട്ട് പോലും 1,04,000 വോട്ട് കിട്ടി. അപ്പോൾ ഇപ്പോൾ BJPയുടെ അവർ വന്ന് BJPയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫൻസ് മിനിസ്റ്ററൊക്കെ എത്ര നേതാക്കളാണെന്ന് പ്രസംഗിച്ചു. എന്നാലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഇവർ പറയും BJPയുടെ സഹായത്തോടുകൂടി ജയിച്ചു എന്ന് പ്രസ്താവന ഇവർ തന്നെ ഇറങ്ങി. ഇപ്പോൾ അവർ തന്നെ പറയുന്നു BJP ശക്തനായ സ്ഥാനാർത്ഥിയാണ്, വലിയ പ്രചരണമാണ്, അതുകൊണ്ട് ഞാൻ തോക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതേ ഇവർ തന്നെ ജയിക്കുമ്പോൾ പറയും BJPയുടെ സഹായത്തോടുകൂടി ജയിച്ചു എന്ന് പറയും. ആ BJP എത്ര വോട്ട് പിടിക്കുമെന്നുള്ളതൊന്നും ഒരു പ്രസക്തമായ പ്രശ്നമേ അല്ല. ഞങ്ങൾ പോസിറ്റീവ് പൊളിറ്റിക്സാണ് നമ്പർ 1. രണ്ടാമത്തത് ഈ 2 ഗവൺമെൻറ്റുകളുടെയും നെഗറ്റീവ്. ഇത് വെച്ച് മാക്സിമം വോട്ട് മൊബിലൈസ് ചെയ്ത് പരമാവധി ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്നുള്ളതാണ്. ഭൂരിപക്ഷം എത്രയെന്നൊക്കെ ജനം തീരുമാനിക്കട്ടെ. ജയിക്കും എന്നുള്ള ആത്മവിശ്വാസം തുടക്കം മുതൽ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. പ്രചരണം അവസാനിക്കുന്ന ഈ മുഹൂർത്തത്തിലും ഞങ്ങൾ തീർത്തും പറയുന്നു, കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ UDF തന്നെ ജയിക്കും, സീറ്റ് നിലനിർത്തും. ഭൂരിപക്ഷം എത്രയാണ് എന്നുള്ളത് നിലവിലുള്ള പൊളിറ്റിക്കൽ ട്രെൻഡിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുകയോ കുറയുകയോ ചെയ്യാം. എല്ലാവിധ ആശംസകളും. താങ്ക് യു.